കാസലിലെ കാഴ്ചകളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയാൽ കാണാൻ കഴിയും കേട്ടോ. ഇതുണ്ടോ? അപ്പം ഞാനിവിടെ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം ബീച്ചിലേക്ക്. അവിടെയുള്ള കാഴ്ചകളും ആ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെയാണ് ഞാനിനി കാണിച്ചു തരാം. ഫ്രെയിമൊന്നും നിങ്ങൾ കണ്ടോ അല്ലേ? ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി ഫ്രെയിമാണ്. ചീവീടിൻ്റെ സൗണ്ട് കേട്ടോ. അവിടെ മുഴുവൻ ചീവീടുകളുടെ കളിയാണ് കേട്ടോ. ഒരുപാട് ചീവീടുകളുണ്ട്. ഇന്ത്യൻ്റെ ഒരു ബൈക്ക് ഉണ്ടോ? ഏതാ മോഡലെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ്റെ ബൈക്കാണത്. നല്ല അടിപൊളി ബൈക്കാണ്. നമ്മുടെ സൈഡൊക്കെ ഇപ്പോഴും ഞാൻ അന്ന് വന്ന വഴിയൊക്കെ ഇവരെ ക്ലോസ് ചെയ്ത് നെറ്റ് കൊണ്ട് ക്ലോസ് ചെയ്ത്. കാരണം ഞങ്ങൾ ഈ മലയുടെ ഇടയിൽ കൂടെയൊക്കെ കയറി വന്നത്. ഇന്ന് പക്ഷേ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് റോഡ് മാർഗമാണ് ഞാൻ കയറി വന്നത്. വ്യൂ ഉണ്ടോ? കാസലിലെ കാഴ്ചയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിൽ പോയി നിങ്ങൾക്കത് കാണാൻ കഴിയും. നമ്മൾ താഴെ ഇറങ്ങി സ്ട്രീറ്റിലെ കാഴ്ചകളും ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ വ്യൂ ഒക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ വന്നത് ആ വഴിയാണ്. ഇവിടെ നിന്നാണ് റോഡ് കണ്ടോ. റോഡ് മാർഗം വരാനായിട്ട് അങ്ങോട്ട് റോഡ് നീണ്ടു കിടക്കുന്നുണ്ട്. ഏതാ വണ്ടി? CBR 1000cc ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. CBR 1000cc ഒരു മോഡലുണ്ട്. 1006 അതായിരിക്കും എനിക്ക് തോന്നുന്നത്. നല്ല സൗണ്ട്. പക്ഷെ നിഞ്ചയുടെ തന്നെ പഴയൊരു വേറൊരു മോഡൽ കണ്ടോ അവിടെ? നിഞ്ചയല്ല, സോറി, ഹോണ്ടയുടെ ആണല്ലേ. അത് ഹോണ്ടയുടെ ഏതാണ്? അഡ്വഞ്ചറാണോ? അല്ല, KTM അഡ്വഞ്ചർ മോഡലുള്ള ഒരു വണ്ടി. സൗണ്ട് കേട്ടോ. CBR അത് 1000cc എനിക്ക് ഡൗട്ടുണ്ട്. ഇന്ന് ഈ വഴിയാട്ടോ ഞാൻ ആ കാസിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലൂടെ നടക്കാം. എന്താ ഇപ്പം തന്നെ എനിക്ക് സ്ലിപ്പറായി. എന്തുകൊണ്ട് ഇവർ ഈ സ്ലിപ്പറി ആയിട്ട് ഇങ്ങനെ ഇവിടെ ഈ കല്ലുകൾ ഇട്ടിരിക്കണം എന്ന് പറയും. ഈ മെറ്റലൊക്കെ ഈ കല്ലുകൾ കണ്ടോ വളരെ സ്ലിപ്പറിയാണ്. സൈഡിലുള്ള പാറകളൊക്കെ ഉണ്ടോ? എന്തായാലും എത്ര ഉയരത്തിലാണ് ഈ കേസിൽ പണിതിരിക്കണമെന്ന് നോക്ക്. വളരെ ഡേഞ്ചറസ് ഉണ്ടോ? അതുകൊണ്ടല്ലേ സൈഡൊക്കെ ഇവർ ഇതുപോലുള്ള എന്താ പറയുക ബാരിയേഴ്സ് ഒക്കെ ഇവിടെ പണിതിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ താഴെ എത്തിയിട്ടോ. സിറ്റി ഉണ്ടോ? ഇവിടുത്തെ കാഴ്ച ഉണ്ടോ സിറ്റിയിലെ? നമുക്കിപ്പോൾ ബീച്ചിലേക്കാണ് പോകേണ്ടത്. ആ ബീച്ച് അപ്പുറത്താണ്. ബീച്ചിലും കൂടെ കണ്ട് കുറച്ച് സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം നമുക്ക് നേരെ ഈ വ്ലോഗ് അവസാനിപ്പിക്കണം. നമ്മളങ്ങനെ താഴെ എത്തിയിട്ടോ. ഇവിടെ നിന്ന് എനിക്ക് ലിസ്ബൺ കത്തീഡ്രൽ, അതായത് ഇവിടുത്തെ കത്തീഡ്രലിൻ്റെ മുകൾ ഭാഗം എനിക്ക് കാണാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ആ കാണുന്നതുണ്ടോ? എൻ്റെ വിരലിൻ്റെ ഭാഗത്തുണ്ടോ? അതാണ് ലിസ്ബൺ കത്തീഡ്രൽ. ഞാൻ ലിസ്ബണിൽ പോയതുകൊണ്ടാണ് എനിക്ക് ലിസ്ബൺ വരുന്നത്. അതായത് ഇവിടുത്തെ അലിക്കാൻ്റെ കത്തീഡ്രലിൻ്റെ മുകൾ ഭാഗം. ഞാൻ അവിടെ കയറിയതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ആ കത്തീഡ്രലിൽ ഞാൻ പോയതിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ കാണാം നിങ്ങൾക്ക് അതിൽ കാഴ്ചകളൊക്കെ. ഇവിടെ എൻ്റെ പുറകിൽ ഈ പാം ട്രീസ് ഒക്കെ കണ്ടോ? ഇവിടെ മനസ്സിലായില്ല എത്രത്തോളം. ദുബായിലൊക്കെ അത്രയും വെയിലുള്ളത് കൊണ്ടാണ്, അതായത് അത്രയും താപനില ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് പാം ട്രീസ് ഒരുപാട് വളരുന്നത്. ഇവിടെ അതിനനുസരിച്ച് ഇഷ്ടം പോലെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ മെർക്കാഡോ സെൻട്രലിൻ്റെ ആ ഭാഗത്ത് അവിടെ ഇഷ്ടം പോലെ ആ സ്ട്രീറ്റ് നടപ്പാതകളെ ചുറ്റും പാം ട്രീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അത് ഈ വേനൽക്കാലത്ത് വളരെ പാം ട്രീക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ഇവിടെയുള്ള കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ കണ്ടോ? ഇവിടെ ഭയങ്കര ചൂടും വെയിലുമാണ്. അതാണ് ഇവിടെ. ഞാൻ തന്നെ ഒരു പരുവായി. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കോലും ഇങ്ങനെ ഇടുന്നില്ല. പക്ഷെ ഇപ്പം നോക്ക്, ഈ വെയിലത്ത് വേർത്ത് കുളിച്ച് ഒരു പരുവായി. ഉണ്ടോ? താഴെന്ന് ഇറങ്ങി പലരും ഇപ്പം കയറിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. പല ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം ആ ഭാഗത്തേക്ക്. താഴെ ഇറങ്ങി സ്ട്രീറ്റിലെ ആ സിറ്റിയിലെ കുറച്ച് കാഴ്ചകളും ബീച്ചിലെ വ്യൂസൊക്കെ അടിപൊളിയായിരിക്കണം കാണാൻ. എല്ലാം വീടുകളാണ് ഇവിടെ. ഈ മുംബൈയിലും ഡൽഹിയിലും ഗല്ലികൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ഗല്ലികൾ. അപ്പോൾ അതുപോലുള്ളൊരു അതൊക്കെയാണ് എനിക്ക് കാണുമ്പോൾ ഓർമ്മ.
എന്തോ ഒരു ഇവന്റിന് പോയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ കാടില്ലേ അമ്പ ചീട്ട് കളിക്കില്ല നാട്ടില്. കാടിന്റെ ആഷൊക്കെയാണ്, ആസൊക്കെയാണ് അതാ കാണുന്നത്. കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മളങ്ങനെ ബീച്ചിന്റെ അവിടെ എത്തിയിരിക്കാം കേട്ടോ. ബീച്ചിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് പോട്ടെ. ഒരു രക്ഷയില്ല, നല്ല നീല കളറാണ് കേട്ടോ വെള്ളത്തിന് കംപ്ലീറ്റ്. വേറൊരു വൈബാണ്. പക്ഷെ സാലിന്റെ അവിടെ അപ്പുറത്തെ വഴി ക്രോസ് ചെയ്യാനായിട്ട് അത് കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലോ ഈ ചെടികള്. ഒരു മരം ഉണ്ടോ, അത് ഇതിനെ എത്രത്തോളം വെട്ടി ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കാം. നല്ല അടിപൊളിയുടെ ഒരു വെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. നല്ല രസമുണ്ട് പക്ഷേ ഈ മരം കാണാനായിട്ട്. ഈ റോഡരികിൽ എന്താണ്, ഇന്ത്യയിലൊക്കെയാണ് ഇതെങ്ങനെയൊക്കെ നടക്കുമോ? അത്യാവശ്യം മുംബൈയിലൊക്കെ ചില സിറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, ഇതുപോലെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ എത്രത്തോളം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഈ ബീച്ചിന്റെ സൈഡൊക്കെ ഓരങ്ങളൊക്കെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളൊക്കെ ഉണ്ടാവും. ബീച്ചിലേക്ക് പോകുന്നവർക്കായിട്ട് ഡ്രസ്സും ധാരാളം ഇതൊക്കെ വാങ്ങാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെയൊക്കെ. ജനങ്ങൾ ഇഷ്ടം പോലെയാണ്. ഇത്തരം പല സംസ്കാരങ്ങളും കാണും വരണം, മനസ്സിലുണ്ടോ? അപ്പോ ഇതൊക്കെ ഞാൻ കാണിക്കും, കാണേണ്ടവർക്ക് കാണാം. കാരണം കണ്ണടയ്ക്കേണ്ടവർ കണ്ണടയ്ക്കുക. കാരണം പലർക്കും പല സംസ്കാരങ്ങളും, പിന്നെ അതുകൂടെ എന്താ പറയാ, പല രീതിയിലുള്ള വേഷവിധാനങ്ങളാണ്. പിന്നെ എക്സ്പെഷ്യലി ബീച്ചിലൊക്കെ പറയേണ്ട കാര്യമില്ല. അതും ഇതുപോലെയുള്ള എബ്രോഡ് കൺട്രീസിലൊക്കെ, ഫോറിൻ കൺട്രീസിൽ പൊതുവെ നമ്മളെപ്പോഴും അത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ട്രാം ഉണ്ട് കേട്ടോ. ആ ട്രാം എൻ്റെ മുന്നിൽ ഒന്ന് വരുന്നത്. ഞാൻ ട്രാം കാണിച്ചത്, എന്നിട്ട് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങാം. ഇപ്പുറത്തെ സൈഡ് കൂടെ ഉണ്ടോ ട്രാം പോയത്. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ട്രാം സൗകര്യം. നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങാം, നോക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇത് ട്രാമിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. ഈ ബീച്ചിൽ വന്ന് ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റിക്കാണ് ഈ ട്രാം ഇവിടെ സൗകര്യം ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കാസിലും ബീച്ചും ആണ് ഇവിടെ മെയിൻ, അതായത് ഈ സെൻട്രലിലുള്ള ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ്. അത് നല്ലൊരു കാര്യമല്ലേ അല്ലേ? ഇതുപോലെ കാസിൽ കാണുന്നവർക്കും ബീച്ചിലേക്ക് വരുന്നവർക്കും വളരെയേറെ സൗകര്യമുള്ളൊരു കാര്യമാണ് അവർക്ക്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഇവിടെ ഉണ്ട്. ആ പുറകെ കാണുന്നുണ്ടോ കാസില്. ക്യാമറ അലോഡ് ആണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എടുക്കാം. ഇതാണ് ഈ സൈഡ് കാണുന്നതാണ് ബീച്ച്. ഇതാണ് അലിക്കാന്റെ ബീച്ച്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ ഇവിടെ ഇറങ്ങിയിട്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ പ്രാവശ്യം ഒറ്റയ്ക്ക് വന്നു. ഇവിടെ പോലീസ് പെട്രോളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പോലീസ് അവരെ കാറ് പോകണം. ബീച്ചല്ലേ അവിടെ, പ്രത്യേകിച്ച് സൈഡ് ഇതുപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ബീച്ചിന്റെ അറ്റം വരെ ആളുകളുണ്ട്, ഒരുപാട് ആളുകളാണ്. കുറെ പേര് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സൈഡൊക്കെ ഇരുന്നിട്ട്. ഇന്ത്യക്കാരൊക്കെ നമുക്ക് ഇടയിൽ കാണാൻ കഴിയും കേട്ടോ. തിക്കി തിരക്കിയിട്ടാണ് ഇവിടെ ആളുകൾ. എന്താ ഗോവയിലൊക്കെ ചില സീസണിൽ മാത്രമാണ് ഇത്രയും തിരക്കാണ്, ഇത്രയും പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെയൊക്കെ ഡെയിലിയാണ്, ഇവിടെ സീസൺ അല്ല. കാരണം ഇവിടെ സംസ്കാരങ്ങൾ അങ്ങനെയൊക്കെയാണ്.
പിന്നെ റോഡ് കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു മേൽപ്പാലം പോലും എന്തോ കാണുന്നുണ്ട്. കണ്ടോ സൈഡൊക്കെ ഇതുപോലെ റീഫ്രഷ് ചെയ്യാനുള്ള കുറെ ഷോപ്പുകളുണ്ട്. പോലീസിന്റെ വണ്ടികളാണ് ഇതൊക്കെ. അവരെ സ്കൂട്ടേഴ്സ് ആണ് ഇതൊക്കെ. അവരെ വേഷം കണ്ടോ, അവരുടെ വേഷം കണ്ടോ, ഒരു 3/4 ആണ് അവരുടെ യൂണിഫോം. ടീഷർട്ടും 3/4. എന്താലേ ഈ രാജ്യങ്ങളിലൊക്കെ ഡെവലപ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കണത്. നാട്ടിലൊരു കാക്കി അണിഞ്ഞാൽ പിന്നെ അവൻ രാജാവാണ് അവിടുത്തെ. അതാണ് നാട്ടിലെ സിസ്റ്റം. കാണുമ്പോൾ ഉണ്ടോ ദുബായ് ഒക്കെയാണ്. ദുബായിലെ ആം ജുമേറയിലെ ബീച്ചൊക്കെ ഓർമ്മ വരും നമുക്ക്. പാം ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ ഉണ്ടോ വുഡൻസിന്റെ കുറെ ആക്ടിവിറ്റീസ് ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഫുഡിൻ്റെതും ഉണ്ട്, തടി കൊണ്ട് ഊഞ്ഞാലുകളും കുട്ടികൾക്ക് കയറി കളിക്കാനുള്ള ചെറിയ ചെറിയ എന്താ തന്നെ പറയാ, എനിക്ക് ആ പേരറിയില്ല. അങ്ങനെയുള്ള പിന്നെ ഇതൊക്കെ ടോയ്ലറ്റ് സിസ്റ്റം ഉണ്ട് അവിടെയൊക്കെ. ഞാനങ്ങനെ ഈ വെയിലത്ത് നടന്നു ഈ ബീച്ചിന്റെ അറ്റത്തെ തോന്നുകൊണ്ടിരിക്കാട്ടോ. ഇതൊരു കുറെ കല്ലുകളിട്ട ഒരു പാലം, നടപ്പാലം പോലെ കണ്ടോ. ഇവിടത്തെ ഈ തണുത്ത കാറ്റും കൊണ്ട് ഓകാകെ വരണ്ടു കേട്ടോ. വേർത്ത ക്ലാസ്സിലെ മുകളിലേക്ക് പോയിട്ട് വന്ന ശേഷം വേർത്ത് കുളിച്ച് ആകെ ഒരവസ്ഥയെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ബീച്ച്. കാസിലുണ്ട് മുകളിൽ കാണുന്ന അതാണ് കാസില്. ഈ ബീച്ചിൽ ഇറങ്ങി കുളിക്കാത്തവർക്ക് പിന്നെ ഇവിടെ വരാം. കാരണം ഇവിടെ ആളുകൾ അധികമില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇവിടെ നിന്നും എടുക്കണമെന്നുണ്ടും കുഴപ്പമില്ല. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ചു പോകട്ടോ. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. പിന്നെ ബീച്ചിലെ കുറച്ചുകൂടെ ഞാൻ അങ്ങോട്ടുള്ള കാഴ്ചകളും ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ഈ വ്ളോഗും എല്ലാം അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പം ഞാൻ നിന്നൊരു കാര്യമൊന്നും എന്താ പറയുക, ഈ ബീച്ച് ജസ്റ്റ് കാണാൻ ആസ്വദിക്കാന്നല്ലാതെ ഇപ്പോൾ എന്നെ കൊണ്ട് വേറൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഈ ബിൽഡിങ്ങിൽ താമസിക്കണവർക്കൊക്കെ എന്തോ സുഖമല്ലേ. രാവിലെ സൺറൈസും സൺസെറ്റും കണ്ടിട്ടായിരിക്കും ഇവരൊക്കെ ഉറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ പൊക്കത്ത് കണ്ട് അതിന്റെ പുറകെയാണ് ഈ ക്യാസിൽ വരുന്നത് കേട്ടോ. ഒരു പുള്ളി ഇവിടെ റണ്ണിങ് ചെയ്യണം. ഈ സമയം ബെറ്റർ ആണോ, പക്ഷെ ഉച്ചയ്ക്ക് ഒരുപാട് കാലറി നമുക്ക് ബേൺ ചെയ്യാം. മെയിൻ ഞാൻ ഇത്രയും നടക്കണതിൻ്റെ ഒരു റിസൾട്ട് അതാണ്ടോ. കാരണം ഒരുപാട് ഡെയിലി ബേസിൽ മീറ്റ് കഴിയുന്നുണ്ടോ. അപ്പോൾ രാവിലെ വെയിറ്റ് ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഈ സമയം ഇതുപോലെ വ്ളോഗിങ് ചെയ്യാൻ പറ്റും, കുറേ കാഴ്ചകൾ കാണാൻ കഴിയും. അതുപോലെ ഇങ്ങനെ കുറച്ച് നടക്കുമ്പോൾ ചില്ലറ നടത്തുമൊന്നുമല്ല. ഒന്ന് ഡെയിലി എന്തായാലും ഏറ്റവും കുറഞ്ഞത് 7 കിലോമീറ്റർ 10 കിലോമീറ്റർ എങ്കിലും ഞാൻ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 10 കിലോമീറ്റർ എങ്കിലും നടന്നിട്ടുണ്ടാവും. അപ്പോൾ കാലറി ഒന്ന് ബേൺ ചെയ്യുക. ഇവിടേക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയുന്നു. ഇതിൽ കുറേ പേര് എന്താ പറയുക, ഭൂരിപക്ഷം ആളുകളും ബോഡിയിൽ സ്കിന്നിന് ടാൻ ചെയ്യിക്കാനായിട്ട് അവരുണ്ട്. ഈ ഉച്ച സമയത്തൊക്കെ വന്ന് ഈ ബീച്ചിൽ കിടന്ന്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഭ്രാന്താണെന്ന് പറയും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്കിൻ ക്വാളിറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്കത് വളരെ ബാധിക്കും ഈ ഉച്ച സമയങ്ങളിൽ. ഉച്ച സമയത്ത് കുളിക്കുക എന്നുള്ളത് നല്ല സുഖമാണ്. കടലിലൊക്കെ അല്ലേ, കടലിലിറങ്ങി ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച്. പക്ഷെ ഉപ്പ് രസമാണ് മെയിൻ പ്രശ്നം. മുടിയെ ബാധിക്കും ഒരുപാട്. മുടി കൊഴിച്ചുള്ളവർക്ക് പെട്ടെന്ന് മുടി പോയി കിട്ടും. അതോ ഒരുപാട് ആളുകളുണ്ട് ഇവിടെയൊക്കെ. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഈ സൈഡ് കാണാൻ കഴിയും. ബീച്ചിൽ നിന്ന് കയറി പറഞ്ഞവർക്ക് ഇതാ കാല് കഴുകാനുള്ള ഒരു ഫെസിലിറ്റി. കണ്ടോ, ഒരുപാട് തിരക്കാണ് ഇവിടെയൊക്കെ. അത്രയും ജനങ്ങളുണ്ട്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റും കഫേയൊക്കെ നിറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറെ ഇതുപോലെ ചെറിയ കച്ചവടക്കാരുണ്ട്. ഈ ഡ്രസ്സിൽ നമുക്കുള്ള കോസ്റ്റ്യൂംസ്, അതായത് ജസ്റ്റ് വിരിച്ചു കിടക്കാനുള്ള ബെഡ്ഷീറ്റുകളും കാര്യങ്ങളും അതെല്ലാം അവിടെ സൈഡിൽ നിന്ന് നിൽക്കുന്ന പോലെ. കൂടുതലും ഈ ആഫ്രിക്കക്കാരൊക്കെയാണ് ഇവിടെ കച്ചവടത്തിന് വരുന്നത്. ചെറുകിട കച്ചവടക്കാരാണെന്ന് മാത്രം. അപ്പുറത്ത് കാണുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ.
നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്, മെറിക്കാഡോ സെന്ററിലേക്ക്. ഇപ്പോഴും കുറേ വൈകുന്നേരമൊക്കെ ഒരുപാട് തിരക്കായിരിക്കും ഇവിടെ. അങ്ങനെ നടന്നൊരു പരുവായിട്ടോ. ഞാൻ എന്തായാലും ഈ വ്ലോഗ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ബീച്ചിലും കാസിലൊക്കെ കാഴ്ചകൾ. ഞാൻ നടന്ന ഈ വേർപ്പും എന്താ പറയുക, ഈ വെയിലത്തെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വ്ലോഗുമായിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ഇനി പുതിയ വീഡിയോ വരുന്നത് യൂറോപ്യൻ കൺട്രീസ് തന്നെ ആയിരിക്കും, സ്പെയിൻ എന്നുള്ള തന്നെ, അതെ വാലൻസി എന്നായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അടുത്തുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ബീച്ചിൽ വരുന്നവരൊക്കെ കൂടുതലും സ്റ്റേ, കാസിൽ കാണാനൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് സ്റ്റേ ചെയ്യണത് ഈ ഹോട്ടലിൽ. നമ്മളൊന്ന് ബിൽബാവിലൊരു വലിയൊരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇബർദ്രോല. എനിക്കിപ്പോഴാണ് മനസ്സിലായി ഇതുവരെ ഇലക്ട്രിക് ചാർജിങ്ങിൻ്റെ ഇതിൻ്റെ ബിസിനസ് ആണ് അവർക്ക് ഇബർദ്രോലയ്ക്ക്. ഇതിൻ്റെ വലിയൊരു എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും അവരെയൊക്കെ കയ്യിലുള്ളത്. എനിക്ക് പക്ഷെ എപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്